6-7 ചെറിയുള്ളിയും അതേപോലെ തന്നെ 6-7 വെളുത്തുള്ളിയും പിന്നെ കാന്താരി മുളകും കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇതുപോലെ ഒരു നമ്മൾ ഈ കട്ടിംഗ് ബോർഡിൽ തന്നെ വെച്ച് ഞാനിതൊന്ന് ഒന്ന് ഇടിച്ചെടുക്കുകയാണ് കേട്ടോ. പിടിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ മുതിരയുണ്ടല്ലോ, മുതിര വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഒരു പിടി അളവിൽ മുതിര ഞാൻ ഇതുപോലെ നല്ലോണം കഴുകി അരിച്ച് അതിന് കുക്കറിലിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ. വേവിച്ചെടുക്കുമ്പോൾ നല്ലോണം വെള്ളത്തോടു കൂടി തന്നെ നമ്മളൊന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവയും കുറച്ച് കടുവും കൂടി ഇട്ട് നന്നായി ഒന്ന് പൊട്ടി വരട്ടെ കേട്ടോ. പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്നതുണ്ടല്ലോ, ഈ ചതച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ അതിലേക്കിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക കേട്ടോ. കറിവേപ്പിലയും കൂടിയിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായി ഒന്ന് ഇത് വഴറ്റി ഇതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് പോയതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് പൊടികൾ ചേർക്കണം. അതായത് കുറച്ച് മുളക് പൊടി, 1/4 ടീസ്പൂണോളം മുളക് പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, പിന്നെ നല്ല ജീരകം പൊടിച്ചതും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അവസാനം നമ്മൾ കായപ്പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. രസപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കുറച്ച് ചേർക്കാം. നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളവും മുതിരയും ഉണ്ടല്ലോ അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പുളി ആവശ്യത്തിനുള്ള പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കുറച്ച് മല്ലിയിലയും കൂടി തൂക്കിയിട്ട് ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മുതിര രസമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കർക്കിടക മാസത്തിലൊക്കെ നമ്മളത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഈ ഒരു രസം കുരുമുളക് കറിയും അതുപോലെ മുതിരയും നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.